എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം അത് മനുഷ്യർക്കൊപ്പമാണ്. എവിടെയും ഇസ്ലാമിന്റെ ശൈലി അതാണ്. എല്ലാ മനുഷ്യർക്കുമൊപ്പം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് ശൈഖുനാ അവർകൾ പറഞ്ഞില്ലേ, വാളുകൊണ്ടല്ല, മഹാന്മാരായ ആളുകളുടെ ആത്മീയത കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കുറെ ചെറുപ്പക്കാർ ഒരു കൊലയാളിയെ കൊണ്ടുവന്ന് ഹാജരാക്കി. അവരുടെ ബാപ്പയെയാണ് അദ്ദേഹം കൊന്നുകളഞ്ഞത്. പക്ഷേ ഇസ്ലാം ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നില്ല. സ്വന്തം ബാപ്പയെ കൊന്ന കൊലയാളിയാണെങ്കിലും ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന, ഇസ്ലാമിന്റെ ശരിയായ ഭരണം നടത്തുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിക്കുന്ന അവിടുത്തെ അനുയായികൾ ആ കൊലയാളിയെ നേരിൽ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. അവർ പകരം ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇസ്ലാം ഒരിക്കലും ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ നിയമം കയ്യിലെടുക്കുന്നത് അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം വിശ്വസിക്കുന്ന ഒരാളെയും തീവ്രവാദികളായോ ഭീകരവാദികളായോ നിയമം കയ്യിലെടുക്കുന്നവരായോ നമുക്ക് കാണാൻ സാധ്യമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിചാരണ ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. അദ്ദേഹത്തെ പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചു. തത്സമയം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 3 ദിവസം എനിക്ക് സമയം തരണം. അതെന്തിനാണ്? എന്റെ നാട്ടിൽ ഞാനൊരു ധനം കുഴിച്ചിട്ടിട്ടുണ്ട് എന്റെ മക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി. അതെന്റെ ചെറിയ പിഞ്ചുമക്കൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി എനിക്കൊന്ന് പോകണം. അതിനൊരു 3 ദിവസം എനിക്ക് അവസരം തരണം. സുഹൃത്തുക്കളെ, മനുഷ്യർക്കൊപ്പം, അത് കൊലയാളിയായിരുന്നാലും മനുഷ്യർക്കൊപ്പം എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇദ്ദേഹത്തിന് 3 ദിവസത്തേക്ക് ജാമ്യം കൊടുക്കാൻ നിങ്ങളിൽ ആരെങ്കിലും സന്നദ്ധമാകുമോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ തയ്യാറാണ്. 3 ദിവസം കൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് വാക്ക് പറഞ്ഞു. അദ്ദേഹം പോയി. 3-ാം ദിവസമായി. 3